എല്ലാവർക്കും നമസ്കാരം. ഈ 2025 പോലും ലഹരി എന്ന ഒരു വിപത്ത് വളരെ പഴക്കം ചെന്ന പുതുമ ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു വിഷയമാണ്. കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ ചുരുക്കം പേര് മാത്രമേ ലഹരിയുടെ പിന്നാലെ നടന്നിട്ടുള്ളൂ. എങ്കിലും ലഹരി എന്ന് ഉദ്ദേശിച്ച ആ ലഹരി മദ്യപാനം പുകവലിയും ഒഴിച്ചുള്ള വളരെ അപകടകരമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ ചുരുക്കം പേരിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു വിഷയമായിരുന്നു. പിന്നീട് അത് വളർന്നു വന്ന് ഇപ്പോൾ MDMA അതിനേക്കാളും മേലെ കിടക്കുന്ന ഒരു ലഹരി പദാർത്ഥങ്ങളിലേക്ക് വരെ കുട്ടികൾ, ചെറിയ കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ ഉപയോഗിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ ഒരു പാരൻ്റ് എന്ന നിലയിൽ ആശങ്ക ചെറുതൊന്നുമല്ല എനിക്കുള്ളത്. എന്നെപ്പോലെ ഒരുപാട് പേരൻസ് ഉണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ ലഹരി മാഫിയ എന്ന് പറയുന്ന ഒരു കൂട്ടർ പണ്ട് കാലങ്ങളിൽ വളരെ ചുരുക്കം പേരിൽ മാത്രം കോളേജുകളിലേക്കൊക്കെ പിന്നീടാണ് എത്തിച്ചേർന്നത്. ഇപ്പോൾ സ്കൂളിൻ്റെ പടിവാതിക്കൽ കടന്ന് അതിൻ്റെ നിറവും മണവും ഭാവവും ഒക്കെ മാറി കുഞ്ഞുങ്ങളെ കൂടി അട്രാക്റ്റ് ചെയ്യുന്ന ഒരു ഘടകമായി മാറിയിരിക്കുകയാണ്. എല്ലാ പേരൻറ്റിൻ്റെ ഉള്ളിലും ഒരാശങ്കയുണ്ട്. പണ്ട് കാലഘട്ടങ്ങളിൽ ഒന്നിൽ കൂടുതൽ പേര് കുഞ്ഞുങ്ങളെ നോക്കുവാൻ വീട്ടിലുണ്ടായിരിക്കും. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും ചിറ്റയും അങ്ങനെ ഒരുപാട് പേര്. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി. അണുകുടുംബത്തിലേക്ക് പോയി. അണുകുടുംബത്തിലേക്ക് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അമ്മയെങ്കിലും അല്ലെങ്കിൽ അച്ഛനെങ്കിലും കുഞ്ഞിനെ നോക്കുവാൻ വീട്ടിലുണ്ടായിരുന്നു. അവിടെ നിന്നും കാര്യങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി. ഇപ്പോൾ സിംഗിൾ പാരൻറ്റിങ്ങിലാണ് കൂടുതൽ രക്ഷിതാക്കളും ഉള്ളത്. അപ്പം കുട്ടികൾക്ക് മാതാപിതാക്കളുമായിട്ടുള്ള ഒരു ബോണ്ടിങ് നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ്. കാലങ്ങളുടെ പോക്കനുസരിച്ച് നഷ്ടമായിക്കൊണ്ടേയിരിക്കുകയാണ്. അതനുസരിച്ചിട്ട് ലഹരി പദാർത്ഥങ്ങളുടെ സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ ഒബ്സർവ് ചെയ്ത് കിട്ടിയ ഒരു വിഷയമാണ് കേട്ടോ. നമ്മൾക്ക് എങ്ങനെ ഇതിനെ നേരിടാം? എനിക്കറിയാം, ഒരു പാരൻറ്റും ഒരു രക്ഷിതാവും തൻ്റെ മക്കൾ തെറ്റായ വഴിയിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവർക്ക് പറ്റുന്ന എല്ലാ എഫേർട്ടും അവരുടെ കുട്ടികളുടെ മേലെ അവർ ഉപയോഗിച്ചിട്ടുണ്ടാകും ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ. അതുകൊണ്ട് പേരൻസിനെ എനിക്ക് പൂർണ്ണമായിട്ടും കുറ്റപ്പെടുത്തുവാനോ അവരെ ആ പേരിൽ ഒറ്റപ്പെടുത്തുവാനോ സാധിക്കില്ല. കാരണം ഇത് പേരൻസിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഇന്ന് അയൽക്കാരൻ്റെ കുട്ടിക്കാണെങ്കിൽ, ഇന്നൊരു അയൽക്കാരൻ്റെ വീട്ടിലാണെങ്കിൽ നാളെ ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടിക്കും ഇത് സംഭവിക്കും എന്ന ഒരു ബോധം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാകണം എന്ന് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. രണ്ടറ്റം കൂട്ടുമുട്ടിക്കാനുള്ള തിരക്കിൽ മാതാപിതാക്കൾക്ക് തൻ്റെ കുട്ടികളുടെ മേലെ ശ്രദ്ധയും അതുപോലെ തന്നെ സമയവും ലഭിക്കുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം എല്ലാവരും മനസ്സിലാക്കണം. എല്ലാവരെയും പോലെ ഈ മാതാപിതാക്കളിൽ മാത്രം കുറ്റം ചുമത്താൻ സമൂഹത്തിൽ കുറേ പേരുണ്ട് അല്ലേ? സോഷ്യൽ മീഡിയകളിൽ നോക്കിയാൽ അവർ കമൻറ്റ് ബോക്സിൽ കാണുന്നത് മാതാപിതാക്കളുടെ അനാസ്ഥ, അശ്രദ്ധ എന്നൊക്കെയാണ്. മാതാപിതാക്കൾക്ക് ഇതിൻ്റെ മേലെ ശ്രദ്ധ ചെലുത്താനുള്ള സമയവും ജീവിത സാഹചര്യങ്ങളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തരവാദിത്തം ഉണ്ട്, ഈ ഒരു പരിധിവരെ ഉത്തരവാദിത്തം. പക്ഷേ മറ്റുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല എന്ന് ഒഴിഞ്ഞു മാറാവുന്നതാണോ ഈ ഒരു വിപത്ത്? ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും ഫൈറ്റാണ്, സമരമാണ്, പ്രതിഷേധമാണ്. ഇതിന് നമ്മൾ ഓരോരുത്തരും പ്രതിഷേധിക്കേണ്ടത് ഓരോരുത്തരെ കുറ്റപ്പെടുത്തിയിട്ടല്ല, നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് തന്നെയാണ്. എനിക്ക് ആശങ്കയുണ്ട്. എൻ്റെ കുഞ്ഞും സ്കൂളിലേക്ക് പോകുന്ന ഒരു കുട്ടിയാണ്. എൻ്റെ കുഞ്ഞിനെ എങ്ങനെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന ഒരു കാര്യത്തിൽ എനിക്കും ആശങ്കയുണ്ട്. കുട്ടികൾ ഉണർന്നിരിക്കുന്നതിൻ്റെ ഭൂരിഭാഗം സമയവും ചെലവഴിക്കുന്നത് അധ്യാപകരുടെ ഒപ്പമാണ്. അവർക്ക് എത്രത്തോളം ഉത്തരവാദിത്വമുണ്ട് കുട്ടികളുടെ മേലെ? എല്ലാ മാതാപിതാക്കളും കുട്ടികൾ നല്ലൊരു വ്യക്തിയായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്യമുണ്ട്, ഷെയറിങ് ഈസ് കെയറിങ്. തൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് ജീവിക്കണം എന്ന്. ശരിക്കും അതിലൊരു അപകടമുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് പോലീസ് ഒരു മാതാവിനെയും കുട്ടിയെയും ലഹരി വിൽക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. തൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടി ഷെയർ ചെയ്യുന്നത് ലഹരി തന്നെയാണോ എന്നതിൽ എന്താണ് ഉറപ്പ്? അവരെന്തൊക്കെ പറഞ്ഞിട്ടായിരിക്കാം ഈ സംഭവം കുട്ടികളിലേക്ക് എത്തിച്ചത്? അപ്പം ഷെയറിങ് ഈസ് നോട്ട് കെയറിങ്. ഷെയറിങ് ക്യാൻ ബി ഡേഞ്ചറസ്. അടുത്തൊരു വിഷയം എന്ന് വെച്ചാൽ, പാരൻസിൻ്റെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് എന്തെന്ന് വെച്ചാൽ കുട്ടികൾക്ക് മുഴുവൻ ഫുൾ മാർക്ക് അല്ലെങ്കിൽ റാങ്ക് ഹോൾഡർ ആകുക എന്നുള്ള ഒരു ത്വരയുണ്ട്. അതിനെ ദുരുപയോഗം ചെയ്തിട്ട്
ഫുൾ മാർക്ക് കിട്ടും, ഇത് കഴിച്ചാൽ റാങ്ക് ഹോൾഡർ ആവാം, ഫുൾ മാർക്ക് കിട്ടും, നല്ല ബുദ്ധി വരും, നല്ല വിവരമുണ്ട്, നല്ല പഠിപ്പ് വരും എന്നൊക്കെ പറഞ്ഞ് ഈ ലഹരി പദാർത്ഥങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുന്ന ആൾക്കാരുണ്ട്. അവർ നമ്മൾക്ക് എങ്ങനെ തടയാം? അപ്പോൾ പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളുടെ മേലെ ഇത്തരം പ്രഷറുകൾ കൊടുക്കാതിരിക്കുക, ചെലുത്താതിരിക്കുക എന്നുള്ളതാണ് പേരൻസിനോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. അവരുപയോഗിക്കുന്ന സ്ട്രാറ്റജി അതാണ്, ഇപ്പോഴത്തെ സ്ട്രാറ്റജി. കുറച്ചും കൂടി കഴിഞ്ഞാൽ പുതിയ സ്ട്രാറ്റജികളിലേക്ക് അവർ കടന്നേക്കാം. നമ്മൾ തയ്യാറെടുത്തിരിക്കുക, നമ്മൾ ഓരോരുത്തരും തയ്യാറെടുക്കുക, എങ്ങനെ നമ്മുടെ കുട്ടികളെ മറ്റ് അപകടങ്ങളിൽ നിന്ന്, ഇതുപോലത്തെ ഏറ്റവും വലിയൊരു അപകടമാണ് ഈ ലഹരി എന്നുള്ളത്, ഇതിൽ നിന്ന് എങ്ങനെ രക്ഷിക്കാം എന്നുള്ളതിൽ നമ്മൾ ഓരോരുത്തരും ഓരോ കാലഘട്ടത്തിനനുസരിച്ച് പ്രിപ്പയർ ചെയ്ത് തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പരിധിവരെ ഒരു പാരൻ്റ് എന്ന നിലയിൽ നമുക്ക് കുട്ടികളെ ലഹരിയിൽ നിന്നും രക്ഷിക്കാൻ പറ്റും. പക്ഷേ അടുത്ത ചുമതല അധ്യാപകരിലാണ്. അധ്യാപകരും ഇത്തരം കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം അധ്യാപകർക്കും ഇനി ഇവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അധ്യാപകരും അറിഞ്ഞ് കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ചെയ്യുക. അത് സ്കൂൾ അധികൃതരുടെ സമ്മതത്തോടു കൂടി ആയിരിക്കണം. സ്കൂൾ അധികൃതരോടും കൂടിയാണ് എനിക്ക് ഈ റിക്വസ്റ്റ് ഉള്ളത്. പിന്നെ അടുത്തത് എന്ന് പറയാനുള്ളത്, നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, ഇൻ്റലിജൻസ്, പിന്നെ അതുപോലെ തന്നെ എല്ലാം ഫോഴ്സ് ഉണ്ട്, പവറുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ ഗവർണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്തുകൊണ്ട് ഇത് തടയാൻ സാധിക്കുന്നില്ല? ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതിവേഗം സ്പ്രെഡായിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇത് വളരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം ആശങ്ക. ഇപ്പോഴത്തെ അവർ എഫേർട്ട് എടുക്കാഞ്ഞിട്ടല്ലെന്ന് എനിക്കറിയാം. കാരണം അവർ അവയർനെസ് ക്യാമ്പയിന് തന്നെ കൂടുതലാണ്. പക്ഷെ അവരത് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധിത കൗൺസിലിംഗ് പേരൻസിനൊക്കെ ഒരു നിർബന്ധിത കൗൺസിലിംഗ് വേണ്ടി വരും എന്ന് എനിക്ക് തോന്നുന്നു. ബിഫോർ ഞങ്ങളൊരു പാരൻ്റ് ആവുന്നതിന് മുമ്പ് നിർബന്ധിതമായിട്ട് ഒന്ന് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യണം. അതുകൂടാണ്ട് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ വർക്ക് ലൈഫ് ബാലൻസ് പൊതുവേ കുറവാണ്. ഇപ്പോൾ രണ്ടുപേരും മാതാപിതാക്കളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഇപ്പോൾ സ്കൂൾ ടീച്ചേഴ്സിന് മാത്രമാണ് കുറച്ചൊക്കെ കുട്ടികളുടെ മേലെ ശ്രദ്ധിക്കാൻ പറ്റുന്നത്. പക്ഷേ മറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കുട്ടികളുടെ അടുത്തേക്ക് അവർക്ക് അത്രയും സമയം കിട്ടുന്നില്ല ചിലവഴിക്കാൻ. അപ്പോൾ അതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ വർക്ക് ലൈഫ് ബാലൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഞാൻ പറയുന്ന റിക്വസ്റ്റാണ്. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുന്നതല്ല, തീർച്ചയായിട്ടും ആരും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ. ആരും ഞാൻ പേരൻസിനെ പോലും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മളിത് ഈ ഭാഗങ്ങളൊന്നും ചിന്തിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയണത്. ഈ ലഹരി മാഫിയകൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ തിരിച്ചറിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ കുട്ടികളെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി എന്തായിരിക്കും അവരുടെ അടുത്ത സ്ട്രാറ്റജി. നമുക്കത് ചിന്തിക്കാൻ തന്നെ കുറേ സമയം എടുക്കുമല്ലേ. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ താങ്ക് യു. ജയ് ഹിന്ദ്.